വരുന്നുണ്ട്, ആള് വരുന്നുണ്ട്. നമസ്കാരം. ഇത് RC കൈമളുടെ വീടല്ലേ? ഏത് RC കൈമൾ? സ്റ്റേറ്റ് ബാങ്കിലെ മാനേജര്. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. വെളുത്ത് നല്ല നീളം കൂടിയിട്ട് ഹൈറ്റ് കുറഞ്ഞ് മീശൊക്കെ ആള് തെറ്റിയതാവും. ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റാ? ഒരാൾ RC കൈമൾ ചോദിക്കുന്നു, വേറെ ആൾ സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്നു. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വീട് മാറി കാണുമെന്ന്. കഷ്ടം നോക്ക്. എന്തുവാ ചേട്ടാ ഇത്? പിന്നെ കാണാം. കൈമളേട്ടാ, ആരാ? എന്താ വേണ്ടത്? ഇത് വീട് മാറിപ്പോയി തോന്നുന്നു. ഇത് കൈമൾ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഞാൻ ഈ വഴിക്ക് വന്നിട്ട് കുറെ കാലമായിടാ. നമുക്കൊരു കാര്യം ചെയ്യാം. വീട് ഇവിടെ തന്നെയായിരുന്നു, പക്ഷേ ഇത് ഇവിടെ നിർത്ത് മാറ്റി വെച്ചോ എന്നൊരു സംശയം. അപ്പുറത്തെങ്ങാനുണ്ടോ? പോകാൻ വരട്ടെ. ഇനി ഒരു തീരുമാനമായിട്ട് പോവാം. യഥാർത്ഥത്തിൽ RC കൈമൾ എന്നൊരാളുണ്ടാ? ഉണ്ട്. എവിടെ ഉണ്ട്? ഭയങ്കര കോൾഡ് അടവേ. കുറച്ച് മരുന്ന് കുടിക്കുന്നത് കുറെ ദിവസമായി തുടങ്ങിയിട്ട്. താൻ കുറെ നേരമായില്ലേ ശനിയാഴ്ച ധർമ്മക്കാര് പിച്ചയ്ക്ക് ഇറങ്ങിയ പോലെ? ഇനി ഒന്നിന്റെ കൂടെ പോരായേ ഉള്ളൂ. അമ്മാ, ഇവിടെ ആരുമില്ല. ഞങ്ങൾക്ക് ആരും വേണ്ട. അല്ല, ആരെ അന്വേഷിക്കുന്നത്? ഈ RC കൈമള്. ഏത് RC കൈമള്? ബാങ്കിലെ മാനേജര്. നമ്മുടെ നിങ്ങൾ? ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. റിയൽ സത്യം അതാണ്. പത്രത്തിൽ വായിച്ചില്ലേ 4 പകൽക്കള്ളന്മാരെ കുറിച്ച്? അത് ഉമ്മാരാണ് വിടരുത്. പാന്റ് ഷർട്ട് എന്റെ വീട്ടിൽ കളവ് പോയതാ. ഞാൻ ഊരടാ, ഊരടോ. നിർത്തണം നിർത്തണം കേട്ടാ. ചേട്ടൊരു കാര്യം ചെയ്യും, ഇതൊക്കെ ഊരി കൊടുത്തിട്ട് ഇവരുടെ കൂടെ പറ്റോ? ഈ നിരപരാധിക്കുന്ന വഴിമാറി തരും. ട്രൗസറും ഷർട്ടൊക്കെ ഊരി കൊടുത്തിട്ട് സാവകാശം വന്നാ മതി. വഴി തരൂ. ഊരാ ഊരാം. ഇതൊന്നൊരു കുഴപ്പമുള്ള കാര്യമല്ലോ. ഷർട്ട് ഊരുന്നതിന് എന്താ പ്രശ്നം? എന്നെ സംബന്ധിച്ച ഒരു പ്രശ്നമല്ല. പിടിച്ചോ, പാൻറ് ഊരാം. അല്ല, പെണ്ണുങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ടേ ഞാൻ ഈ മതിലിന്റെ ആ സൈഡിലേക്ക് മാറി നിന്നു. നമ്മൾ കാണുമല്ലേ? ഭാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഈ പപ്പന്റെയും പുരുഷന്റെയും പുറകെ നമ്മൾ ആയുസ് പാഴാവും. ഏതായാലും ഇറങ്ങി തിരിച്ചു. നമുക്ക് ആ CK ഒന്ന് കണ്ടാലോ? അയാളെ കണ്ടിട്ട് എന്താ കാര്യം? അയാളല്ലേ പാറക്കാരന്റെ മാസ്റ്റർ ബ്രെയിൻ. അതല്ലേ കുഴപ്പം. അയാൾ പാറയക്കാരന്റെ സ്വന്തം ആളാ. വേറൊരാൾക്കും വേണ്ടി അയാളുടെ ബ്രെയിൻ തരുമെന്ന് തോന്നണില്ല. എടാ, അയാൾക്ക് ചിക്കനും വെള്ളം വാങ്ങിച്ചു കൊടുത്താൽ അയാള് ബ്രെയിൻ അല്ല ലിവർ വരെ തരും. ഇവരുടെ കൂടെ നടന്ന് അടി കൊള്ളുന്നതിലും ഏതാ. ശരി, എന്തായാലും അതും കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ചേട്ടനെ ഞങ്ങൾ മനസ്സിലായോ? പൂവല്ലോ. എന്നാ പൂവല്ലേ? പൂവാലോ. അനിയന്മാര് കുടിക്കുന്നില്ലേ? അയ്യോ, ഞങ്ങള് മദ്യപിക്കാറില്ല. ഒരു സ്വല്പം കുടിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അത് ശരിയാ. ആരെങ്കിലും എനിക്കൊരു കമ്പനി തരൂ പ്ലീസ്. കമ്പനി തരൂ. ഒരു കമ്പനി കൊടുക്കടാ. എന്നാ കമ്പനി തരാം. അതിനകത്ത് ഒഴിച്ചിട്ടുണ്ടോ? ഇല്ല, അതിനകത്ത് പോവാ. ഇതിൽ സോഡ ഒഴിക്കണ്ടേ? ഇതൊന്നും ശീലല്ലേ? ശരി, അപ്പോ ഒരു ഫുള്ളും കൂടി ആവാല്ലേ? ആവാം. ഒരു കമ്പനി കൊടുക്കടാ. ജയ്സാ, ഒരു ഫുള്ളും കൈ ഒഴിവുള്ളപ്പോ ചിക്കനും പോന്നു. ചിക്കനും വരട്ടെ. അപ്പൊ കമ്പനി വേണ്ടേ? വേണ്ട കമ്പനി. നീ നിന്റെ വീട്ടില് നമ്മുടെ കാര്യം പറ. പിന്നെ ചേട്ടാ, കൈയ്യക്കട. ആരാണ് നിന്റെ ചേട്ടൻ? എണീക്കടാ. ആരാണ് നിങ്ങളോട് അടുത്തിരിക്കാൻ പറഞ്ഞത്? ചേട്ടാ, ചേട്ടൻ നിങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ചേട്ടനല്ലേ അവിടെ ഞങ്ങൾ അറിയാന്ന് പറഞ്ഞത്? അറിയാന്ന് പറയേ. നമ്മൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്? ഒരുമിച്ചാ? അതെ, ഈ ചിക്കനും റമ്മും ഒക്കെ വാങ്ങിച്ചെന്ന ഞങ്ങൾ. എനിക്ക് ചിക്കനും റമ്മും മേടിച്ചാൽ നിങ്ങൾ ആരാ? റിയൽ എസ്റ്റേറ്റിൽ കാല് വെക്കുന്ന 2 യുവാക്കളാണ് ഞങ്ങൾ. ചിക്കനും റമ്മും വാങ്ങി തന്ന ചേട്ടൻ സഹായിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരി, സഹായിക്കാലോ. ചേട്ടൻ ഞങ്ങളെ സഹായിക്കൂല്ലേ? നീ കാലുകുത്തിയാ? കാലുകുത്താൻ പോകുന്നേ ഉള്ളൂ. എന്നാ വാ. അപ്പൊ എന്താ പറഞ്ഞത്? റിയൽ എസ്റ്റേറ്റിലേക്ക് കാല് വെച്ചിരിക്കുന്നു. ഞാൻ എന്തായാലും കാല് വെക്കുന്നില്ല, കൈ വെക്കാം. കള്ള പിള്ളേര്. ഈ പന്നി എന്തിനാ നമ്മളെ തല്ലിയത്?
എത്ര രൂപ വേണം? 20 രൂപ. ചാർജ് കുറച്ച ഇപ്പൊ. ഇത് കുറവാ. എവിടെ? ഓക്കെ, ഗുഡ് ഒന്ന് നൈറ്റ്. വേഗം പാടാ. വേഗം വന്ന് ചവിട്ടി തന്നെ. ലൈറ്റൊക്കെ ഉണ്ടാ? ഓർക്കട്ടില്ലേ ഇന്ന്? പ്രേതോ? കള്ളുപിടിച്ചപ്പോ നിനക്ക് മെന്റലായ? ഉറങ്ങടാ. സത്യമായിട്ട് ഞാൻ കണ്ടതാ. ഇന്നലെ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം. പോയിക്കണം ഉറങ്ങ. നിനക്ക് വിശ്വാസമായില്ലേ? ഞാൻ കാണിച്ചു തരാം. നീ വന്നേ. കൈവിടാ, ഓടാ. കൈവിടാ. നീ അവിടെ എന്തോന്ന്? ദേ. ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ഇവിടെ ഓടാർന്നു. ഉണ്ടായിരുന്നു. ഒരു അമ്മേ. അയ്യോ. ഇതാടാ. വേണ്ട. വേണ്ട. വേണ്ടടാ. കടിച്ചു തെങ്ങ്. കൈ വേദനിച്ചോ? ആരാ നീ? കണ്ടാലറിഞ്ഞൂടെ പ്രേതാ. കൂട്ടുകാരുടെ ഒരു പേടിക്കൊണ്ടാണല്ലോ. ഞാൻ പ്രേതവും പിശാചൊന്നും അല്ല. അത് മനസ്സിലായി. നീ ആരാ? എങ്ങനെയാ ഇതിനകത്ത് കയറി പറ്റിയത്? വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴേ വാതിലെല്ലാം അടച്ചിടണം. നീ വാതിലടച്ചില്ലായിരുന്നോ? താൻ അടച്ചതാണല്ലോ. അപ്പൊ അടച്ചണ്ടായില്ലേ? അടച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ കയറി വന്നത്. ഓ, സമ്മതിച്ചു. വന്ന വഴി വിട്ടോ. ഇതേ ഞങ്ങൾ 2 ചെറുപ്പക്കാർ മാത്രം താമസിക്കുന്ന വീടാ. പാതിരാത്രിയിൽ ഒരു പെൺകുട്ടിയെ നടു റോഡിൽ ഇറക്കി വിടാൻ മനസാക്ഷിയുള്ള 2 ചെറുപ്പക്കാർക്ക് കഴിയോ? കഴിയും. എവിടെന്നോ കയറി വന്ന ഏതോ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനുള്ള വലിയ മനസാക്ഷിയൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായോ? വിട്ടോ. വാ. എന്താ? പ്ലീസ്. ചെല്ല്. അവള് പാവടാ. പാവാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ കൂടെ ഇറങ്ങി ചെല്ല്. കൂടുതൽ സെന്റിമെന്റ്സ് ആവല്ലേ? ഊരും പേര് പറഞ്ഞ ഒരു പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നല്ല സ്റ്റൈലൻ പെൺകുട്ടിയായിരുന്നു. ഒന്ന് ഇട്ടു കണ്ടു മതിയാവുന്നതിന് മുമ്പ് അവൻ ഇറക്കി വിട്ടു. ദുഷ്ടൻ. ഇത്രയ്ക്കൊരു പെങ്കോന്തനായി പോയടാ നീ അപ്പക്കൂട്ട. എന്തായാലും നീ ചെയ്ത് ശരിയായില്ല. ഓ ഡേ, പോ, പോയി കിടന്നുറങ്ങ്. പോ. കൈ വീട്. ഞാൻ പോയി. കരഞ്ഞും പോയി.